നമസ്കാരം, ഞാൻ ഷാഫി വിതിര. ഇന്ന് ഹർത്താലാണ്. ഇന്ന് ഹർത്താലായതുകൊണ്ട് മത്സ്യം കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് മീൻ പിടിച്ചു. മീൻ പിടിച്ചതിൽ അത്യാവശ്യമുള്ള കറിക്കുള്ള മത്സ്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ ആസാം സ്റ്റൈലിൽ ഒരു കറി വയ്ക്കുന്നു, അതുപോലെ അല്ലാതെ ഫ്രൈയും വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത് വേണ്ട ഇസ്ലാം നോക്കിയിരിക്കുന്നു. വേറെ ജോലിയൊന്നുമില്ല, ഹർത്താലായതുകൊണ്ട് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിക്കൻ കട്ടിംഗ് ഒന്നുമില്ല. ഉള്ളൊരു പരിപാടിയാണ് അവരെ. ഇപ്പോഴത്തെ ആളുകൾ വെയിറ്റിങ്ങിലാണ്. ക്ലീനിങ് ആസാമിന്റെ കറി വെക്കാൻ പോകണം. আসাম স্টাইলিന്റെ এটা আমরা আসামের মাছ, এটা হোল কয়। আজকে এটা কারি বানাইবো আসাম স্টাইলে, কালকে আমি ঘরে যাইব। ഫിഷ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. വൃത്തിയാക്കിയതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി അല്ലേ, പിന്നെ മഞ്ഞപ്പൊടി വീണ്ടും. ഗരം മസാല, അതെ, പെപ്പർ പൊടി. এটা মরসর পড়ি করে ধনিয়া পাউডার, মরসর পাউডার, গোলমরিচ পাউডার, মরিচ വേഗം মানে মাখাইতে আসি. അപ്പം അത്ര പറഞ്ഞാൽ മനസ്സിലായല്ലോ. എനിക്ക് കുറച്ചൊക്കെ ഇത് ഇട്ടുണ്ടോ എനിക്ക് മനസ്സിലായി. പിടി കിട്ടിയെന്നേ ഉള്ളൂ. ഇതിപ്പോൾ കറിയാണോ അത് ഫ്രൈ ആണോ? ഫ്രൈ ആക്കിയിട്ട് പിന്നെ കറിയാക്കാം. ഫ്രൈ ആക്കിയതിന് ശേഷമാണ് കറി ആക്കുന്നത് അല്ലേ? അപ്പോൾ ഇനി എത്ര സമയം വെച്ചേക്കണം? ഫിഷ് എല്ലാം വറുത്ത് കോരി വെച്ച് കഴിഞ്ഞിട്ട് തുടങ്ങുന്നതാണ് അടുത്ത. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റുമല്ലേ? ആവശ്യത്തിന് ഉപ്പ് കിട്ടും അല്ലേ? ഇനി ഇടാൻ പോകുന്നത് പെപ്പർ പൗഡർ അല്ലേ? ഇതിൽ ഗരം മസാല ചേർക്കില്ല.
തക്കാളി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു. ഇനി ഇതിലേക്ക് എന്താ ചെയ്യുന്നത്? പൊരിച്ച് വെച്ച ആ കിട്ടും. ഇത് ഫിഷ് ഫ്രൈ ആണ്, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറിയിൽ മല്ലിയില ഇട്ടിട്ട് മാറ്റി വയ്ക്കും. അത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യുന്നത്. ബാക്കി എല്ലാ ജോലികളും കഴിയും. মাছটো ধুনীয়া টেষ্ট আছে, খাই ভাল লাগিছে। আৰু ৰৌ মাছ হেৰি কি কয় শ'ল মাছ হয়, টেষ্ট আছে মাছটো। അതായത് പറയുന്നത് വേറൊന്നുമല്ല, ടേസ്റ്റ് നല്ലതാണ് എന്നാണ് പറയുന്നത്. മതി. അവസാനമായിട്ട് മല്ലിയിലയും കൂടി ഇടുന്നു. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു, റെഡിയായി. അപ്പോൾ ഒരു ആസാമി സ്റ്റൈല് ഫിഷ് കറി റെഡിയായി കഴിഞ്ഞു അല്ലേ? ചോറ് റെഡിയാണ്, അതുപോലെ ഫിഷ് കറി റെഡിയാണ്. ഇത് ആസാം സ്റ്റൈലാണ്. ആസാം സ്റ്റൈൽ ഫിഷ് കറി, അതുപോലെ ഫിഷ് ഫ്രൈ. ഈ ഫിഷെല്ലാം നമ്മുടെ സാധാരണ കടലിലുള്ള ഫിഷല്ല, ഇത് മറ്റേ അല്ലാത്ത കുളങ്ങളിൽ കിട്ടുന്നൊരു ഫിഷാണ്. അപ്പോൾ അതെല്ലാം റെഡിയായി കഴിഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സമയമായി കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മളിരിക്കുന്നത് ടേക്ക് അവേ ഫുഡ്സിനകത്താണ്. പക്ഷേ ഇതൊന്നും ഇവിടെ പ്രവർത്തനമില്ല, ക്ലോസാണ്. ഇന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിഭവമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ 9 മണിയായി. 9 മണി കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ അവർ പറയുക ഞങ്ങൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇസ്ലാമാണ്. ഇസ്ലാം മീൻ എങ്ങനെ കണ്ടെത്തിയത്? സൂപ്പർ. എന്താ എങ്ങനെയാണ് കിട്ടിയത്? ഫാമില് നോക്കിട്ട് പോയി. പിന്നെ അവിടെ വേറെ സാധനം പരുന്തെന്ന് പറയും, അതാണ്. പക്ഷേ കൊണ്ടുപോയി അങ്ങനെയാണ് അറിയുന്നത് അല്ലേ? അങ്ങനെ ഒരുപാട് മീൻ നഷ്ടപ്പെട്ടു അല്ലേ നമുക്ക്? ഇതാണ് ഫാം നടത്തിയിട്ട് ഒരുപാട് മീനുകൾ 30 കിലോ. അപ്പോൾ ഇതുപോലെ ഫാം നടത്തിയിട്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ആസാം സ്റ്റൈലിലുള്ള ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇപ്പം നല്ല ടേസ്റ്റ്. ഇതിനകത്ത് തേങ്ങയില്ല, വേറൊന്നുമില്ല. അത് ആസാമിൽ തേങ്ങ ഉപയോഗിക്കില്ലേ? ആസാമിൽ തേങ്ങ ഉപയോഗിക്കില്ല. ഇല്ല. എന്തായാലും നല്ല ടേസ്റ്റുള്ള വിഭവം. കാരണം ഇന്ന് ഈ ഹർത്താൽ ദിനത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റിയത് എന്ന് പറയുന്നത് വളരെ സന്തോഷം. അടുത്ത ദിവസം ഞങ്ങളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഞങ്ങളുടെ സ്റ്റാഫുകളും മാത്രം.
അപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് കഴിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നല്ല ടേസ്റ്റുള്ളൊരു ഫുഡ് ഞങ്ങൾക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റി. അതല്ലെങ്കിൽ ഞങ്ങൾ ബിരിയാണി എല്ലാം തയ്യാറാക്കി വരുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു അവസ്ഥയാവില്ല. പക്ഷെ ഇന്ന് തികച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.